ഉത്തർപ്രദേശിലെ ഹത്രാസ് എന്നാണ് പേരെന്ന് തോന്നുന്നു, ഒരു ഗ്രാമം. അവിടെ നടന്ന സംഭവം ഇനി ഞാൻ എന്താണെന്ന് ഞാനായിട്ട് വലിച്ചു വരേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാം. പെൺകുട്ടിയുടെ ചരിത്രം ഈ കൊന്നു കൊല വിളിച്ചു എന്നൊക്കെയും കേട്ടിട്ടേ ഉള്ളൂ. അതൊക്കെ ഒരു സാഹിത്യ ഭംഗിയിൽ പറയുന്നതാണത്. നമ്മൾ ആരുടെ ഒരാളെ പിടിച്ച് തല്ലിയാലും പറയും അവനെ ശരിക്കും അവിടെ നിന്ന് കൊന്നു കൊല വിളിച്ചു എന്നൊക്കെയും പറയും നമ്മളത്. അതൊരു എക്സാജറേറ്റ് ചെയ്ത് പറയുന്നു അത്രമാത്രം. ഇതങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളത്. കൊന്നത് തന്നെ വെറും കൊലപാതകമല്ല, ഇഞ്ചിഞ്ചായിട്ട് പീഡിപ്പിച്ച് നാവൊക്കെ മുറിച്ച് കളഞ്ഞ് ഇതും കഴിഞ്ഞ് അതിൻ്റെ പേരിൽ കൈ ഉയർത്തിയവരെ, നാക്കുയർത്തിയവരെ മുഴുവൻ, ശബ്ദം ഉയർത്തിയവരെ മുഴുവൻ അവർക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തൃണമൂൽ MP അയാളെ തല്ലി ചതച്ചിട്ടുണ്ട്. നാളെ രാഹുൽ ഗാന്ധിയും കിട്ടി. മിണ്ടരുത് ഇവിടെ ആരും മിണ്ടരുത്. നമ്മളുടെ പോൾ പോട്ട് ഉണ്ടായിരുന്നു, പോൾ പോട്ട് പണ്ട് കംബോഡിയയിൽ. അദ്ദേഹത്തിന് കൊല്ലാൻ തൂക്കിക്കൊല്ലാൻ പറ്റിയില്ല. വൃദ്ധനായി, ഒരുപാട് ട്രയലൊക്കെ കഴിഞ്ഞ ആൾ വൃദ്ധനായി, അങ്ങനെ മരിച്ചിട്ടിപ്പോൾ ഒരു 5-8 വർഷമായിട്ടുള്ളൂ. അയാൾ എക്സിബിഷൻ ഹാളിൽ 7 ലക്ഷം തലയോട്ടികളായിരിക്കുന്നത്. അയാൾക്കെതിരെ സംസാരിച്ചവരുടെ തലയോട്ടികൾ. അദ്ദേഹം പറഞ്ഞത്, ഇവിടെ എന്തിനാ വിദ്യാലയം, എന്തിനാ പഠിപ്പ്, കൃഷി ചെയ്യുക, അതിൽ കിട്ടുന്ന വിളവ് പുഴുകി തിന്നുക, അതിലപ്പുറം എന്താ വേണ്ടത്? ഇവിടെ നിങ്ങൾ വീടുണ്ടാക്കിക്കോ, ബാക്കിയൊന്നും ഇവിടെ വേണ്ട. റേഡിയോ വേണ്ട, ഫോൺ വേണ്ട, വിദ്യാലയങ്ങൾ വേണ്ട, ഈ സാധനങ്ങളൊന്നും ഇവിടെ വേണ്ട. അടിസ്ഥാന ജീവിതം കാട്ടാളന്മാർ ജീവിച്ച പോലെ പണ്ട് 1 ലക്ഷം വർഷം മുമ്പൊക്കെ മനുഷ്യന്മാർ ജീവിച്ചില്ല, അങ്ങനെ ജീവിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. നല്ല കാര്യമല്ലേ? നല്ല കാര്യമാണ്. അങ്ങനെ അല്ലാതെയുള്ള ആൾക്കാർ മുഴുവൻ അയാൾ കൊല്ലുകയാണ് ഉണ്ടായത്. 7 ലക്ഷം തലയോട്ടികൾ അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഹിറ്റ്ലറുടെ കാര്യം ഞാൻ പറയണ്ടല്ലോ, നമ്മുടെ അടുത്ത സുഹൃത്തല്ലേ ഹിറ്റ്ലർ. അപ്പം അങ്ങനെ ഒരു സുഹൃത്ത് നമുക്കിവിടെ UP എത്തിയിട്ടുണ്ട്. സന്യാസിയാണ്, യോഗിയാണ്. യാതൊരു കാര്യവുമായിട്ടാണോ യോഗം അറിയില്ല, യോഗിയാണ്. ധർമ്മമായിട്ടാണ് യോഗിയാകേണ്ടത്. സന്യാസിയാണെങ്കിൽ ധർമ്മമായിട്ടാണ്. യോഗം എന്ന് പറഞ്ഞാൽ കൂടിച്ചേരുക, ധർമ്മമായിട്ടാണ് കൂടിച്ചേരേണ്ടത്. അവിടെ നടക്കുന്ന കാര്യങ്ങൾ ധർമ്മമാണെന്ന് അവരുടെ ആൾക്കാർ തന്നെ കേരളത്തിലൊക്കെ ഉണ്ടല്ലോ. അവർക്ക് പറയാൻ പറ്റുമോ ഇപ്പോൾ? ആ പെൺകുട്ടിയെ കത്തിച്ചു കളഞ്ഞു. എങ്ങനെയൊക്കെയോ ആരോഗ്യവും അതിനകത്ത് പത്രപ്രവർത്തകർ അതിനകത്ത് കടന്നുകൂടി ഈ സംഭവം പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യോഗിയോട് നന്ദി പറയുകയാണ് വാസ്തവത്തിൽ. യോഗിയോട് നന്ദി പറയുകയാണ്. ഇങ്ങനെ പഠിപ്പിക്ക്. ഇവിടെ കേരളത്തിലും കുറേ മണവളാഞ്ചന്മാരുണ്ട്. ജാതിയിൽ ഇന്നും താഴ്ന്നവരാ. ജാതിയില്ല, മതമില്ല, ഒരു ജാതി ഒരു മതം എന്നൊക്കെയും കൊഞ്ഞാണത്തം പറയും. പക്ഷേ ഇടയിൽ ഇതിനോട് യോജിക്കാത്തൊരു കാര്യം ഞാൻ പറയാം. ഒരിക്കൽ അടിമാലിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് അവിടെ ഈ ഒരു ജാതി ഒരു മതത്തിൻ്റെ ആൾക്കാരുണ്ടല്ലോ, എന്തോ ആവശ്യത്തിന് കുറേ ചരക്കും കയറ്റിയിട്ട് ആ ഓഫീസിലേക്ക് ഓട്ടോറിക്ഷ കയറി ചെല്ലുകയാണ്. അപ്പോൾ ഓട്ടോറിക്ഷമേ എഴുതിയിട്ടുള്ളത് കുരിശിൻ്റെ അടയാളവും എന്തോ മറ്റേ ക്രിസ്തുരാജ് എന്നോ മറ്റോ ആയിരുന്നു ആ ഓട്ടോറിക്ഷയുടെ പേര്. ഇയാൾ ചോദിക്കുക, നമ്മുടെ ആൾക്കാരിൽ നിന്ന് ഓട്ടോറിക്ഷ കിട്ടിയില്ലേന്ന്. അതാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറയുന്നത്. ഇപ്പം ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അവനെ തൊട്ടവന് തൊട്ട് കഴിഞ്ഞാൽ തൊട്ടപ്പെടവൻ, അങ്ങനെ ഒരു വാക്കില്ല. അവൻ്റെ ഗുണം നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞ് നടക്കുന്ന അങ്ങനെ ആൾക്കാരുണ്ട്. മറ്റേ കണ്ടിട്ടില്ലേ, മറ്റേ നാടൻ പട്ടിയെ പിടിച്ചിട്ട് അൽസേഷൻ്റെ ബീജം കുത്തിവെക്കും. ആ നാടൻ പട്ടിയേക്കാൾ മൂത്ത കുറച്ചുകൂടിയും യോഗ്യതയുള്ള ഇനം പട്ടിക്കുട്ടികളുണ്ടാവും. അതിനൊരു കൊടിച്ച പട്ടിയെ പിടിച്ചിട്ട് വീണ്ടും മറ്റേ ഒറിജിനൽ അൽസേഷൻ്റെ ബീജം കുത്തിവെക്കും. അങ്ങനെ 3-4 തവണ കുത്തിവെച്ച് കഴിഞ്ഞാൽ നാടൻ പട്ടിയുടെ മക്കള് അൽസേഷൻ പട്ടിയോ. ഇങ്ങനെ കരുതിയിരിക്കുന്ന കുറേ മണവളാഞ്ചന്മാർ നമ്മുടെ കേരളത്തിലുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വലിയ വിഷമമാണ്. കാലം എത്രയായി. ഒരു കാലഘട്ടത്തിൽ ഇവിടെ ആറാട്ടുപുഴ വേലായുധ പണിക്കർ മുതൽക്ക്, ശ്രീനാരായണ ഗുരുദേവൻ മുതൽക്ക്, ചട്ടമ്പി സ്വാമി മുതൽക്ക്, സഹോദരൻ അയ്യപ്പൻ മുതൽക്ക്, എത്ര പേര്. ചില ആൾക്കാർ ശ്രീനാരായണ ഗുരുദേവനൊക്കെയും കുറച്ചുകൂടി മാന്യമായിട്ട് അദ്ദേഹം കർശന സ്വഭാവക്കാരനായതല്ലാത്തത് കൊണ്ട് അങ്ങനെ തല്ലു കിട്ടിയില്ലെന്ന് മാത്രം. പക്ഷെ എത്ര ആൾക്കാർ തല്ലുകൊണ്ടു. അമ്പലം വഴിക്ക് പോയതിന് എത്ര ആൾക്ക് കാല് തല്ലിയൊടിച്ചു.
വേദം ഉച്ചരിച്ചിന് മൂക്കിന് വായിലൊക്കെ എത്ര ആൾ ഈ മുരുക്കി ഒഴിച്ചു. മുല പുറത്ത് കാണിക്കാത്തതിന് മുല മുറിക്കേണ്ട ഗതികേട് വന്ന് മുലക്കരം ചുമത്തിരുന്ന കാലഘട്ടത്തിൽ ഇത് മൂക്കുത്തിയിടാൻ പാടില്ല. ഇതൊക്കെ ഇന്നലെ സംഭവിച്ച കാര്യമാണ്, 500 വർഷം മുമ്പ് സംഭവിച്ച കാര്യമല്ല. ഇപ്പം എല്ലാം ഇവിടെ എല്ലാം 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 കൃത്യമായി. നമ്മൾ ഒറ്റ കരളല്ലേ, ഒറ്റ കെട്ടല്ലേ, ഒറ്റ കട്ടയല്ലേ, നമ്മളൊക്കെ ഹിന്ദുക്കളല്ലേ? എന്തോന്ന് ഹിന്ദുക്കൾ. ഇവിടെ ഹിന്ദു ഇല്ല. ഇവിടെ ഹിന്ദു ഇല്ല, ഇവിടെ ജാതികളേ ഉള്ളൂ. ഇവിടെ ബി ജെ പിക്കാർ വന്നിട്ട് ഇപ്പോൾ ബി ജെ പിക്കാർ ഒരാൾ പറഞ്ഞു, അതെങ്ങനെയാണ് പറയണത്, ഈഴവനല്ലേ ഇവിടുത്തെ BJP പ്രസിഡന്റ്, അത് വലിയൊരു ക്രെഡിറ്റ് പോലെയാണ് പറയുന്നത്. അവർ വലിയൊരു സംഭവം ചെയ്ത പോലെയാണ് പറയുന്നത്. അവർ എണ്ണി തിട്ടപ്പെടുത്തും. പ്രസിഡന്റ് ദളിതനല്ലേ, അവർ ദളിതനല്ലേ. ഇവിടെ ഈ ദളിത് എന്നുള്ളതിൻ്റെ തദ്ധിത പ്രയോഗം ദാളിത്യം, അങ്ങനൊരു വാക്കില്ല കേട്ടോ. അതെന്താണത്? ദളിതത്വം, അതാണ് ദാളിത്യം എന്ന് പറഞ്ഞാൽ. എന്താണത്? ആന്തരികമായിട്ടും ബാഹ്യമായിട്ടും ശക്തിയില്ലായ്മ, വിദ്യാഭ്യാസമില്ലായ്മ, സാമ്പത്തികമില്ലായ്മ, പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹമാണ് ഇവിടെ ദളിത്. എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു? അവർക്ക് അത്തരം മേഖലകളിലേക്ക് കടന്നു വരാനുള്ള സാവകാശം, അറിയാനുള്ള സാഹചര്യം പണ്ട് മുതലേ ഇവിടെ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൽ നിന്നൊരു ചെറിയൊരു വ്യത്യാസമുള്ള കേരളത്തിന് മാത്രമാണ്. ഇവിടെയും ഇന്നേക്ക് 100 വർഷങ്ങൾക്ക് മുമ്പ് പഞ്ചമി എന്ന് പറഞ്ഞ പെൺകുട്ടിയെ കൈയും പിടിച്ച് സ്കൂളിൽ കൊണ്ട് ചെന്ന സമയത്ത് സാക്ഷാൽ അയ്യങ്കാളി അവർകൾക്ക് പോലും തല്ലുകിട്ടിയിട്ടുണ്ട്, പിടിച്ച് പുറത്താക്കിയിട്ടുണ്ട്. ആ കുട്ടി അവിടെ കയറിയാൽ ആ സ്കൂൾ കത്തിച്ചു കളഞ്ഞിട്ടുണ്ട്. എൻ്റെ സമുദായത്തിൽ 2 BA-ക്കാരെ കാണാൻ കഴിയുമോ ഭഗവാനെ എന്ന് വെച്ചിട്ട് അദ്ദേഹം മരിച്ചു പോയത് കണ്ടു. പിന്നീട് ഇത്രയും ആയിട്ട് പോലും BA ഉണ്ട്, MA ഉണ്ട്, LLB ഉണ്ട്, MBBS ഉണ്ടെങ്കിൽ പോലും ഇന്നും ആ സമുദായത്തിൽ നിന്ന് തല പൊക്കാൻ മടിയാണ്, തല പൊക്കാൻ പേടിയാണ്. ഇന്നിപ്പോൾ ഇത് പറയാനുള്ളൊരു കാരണം, ഈ ഹത്രാസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്താ എൻ്റെ പേര് പേര് തെറ്റി പറയണ്ടെന്ന് വെച്ചിട്ട് നോക്കട്ടെ. ഹത്രാസ്, അവിടെ മനീഷ വാൽമീകി എന്ന് പറഞ്ഞ പെൺകുട്ടി, അത് ദളിത് പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി ഇത്തരം കാര്യങ്ങൾ ഉണ്ടായി നിൽക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം അടുത്ത ഇലക്ഷൻ സമയത്ത് നമുക്ക് ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം കേട്ടോ എന്നും പറഞ്ഞ് കയ്യിലൊരു താമരയും പിടിച്ച് നടക്കുകയാണ്. അങ്ങനെ നടക്കുന്ന സമയത്ത് എൻ്റെ അടുത്തൊരു സുഹൃത്താണ് അവിടെ, പുഷ്പൻ എന്ന് പറയും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി ചെന്നു. അദ്ദേഹം നായർ യുവാവാണ്. കാലങ്ങളായിട്ട് അവർ കമ്മ്യൂണിസ്റ്റുകാരാണ്. എങ്കിൽ ഇപ്പോൾ എല്ലാ വീട്ടിലും കയറി ചെല്ലുന്ന പോലെ അവിടെയും ചെന്നു. അത് പ്രതിപക്ഷ ബഹുമാനമല്ല കയറി ചെന്നത്, അങ്ങനത്തെ വേണ്ടിയൊന്നുമില്ല. കയറി ചെന്നിട്ട് പറഞ്ഞു, പുഷ്പൻ ചേട്ടാ ഞങ്ങൾക്ക് വോട്ട് ചെയ്തോട്ടോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ വോട്ട് ചെയ്യാം. എൻ്റെ അച്ഛനും എൻ്റെ മുത്തച്ഛനും എനിക്ക് ഓർമ്മ വെച്ച നാൾ പറഞ്ഞ് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ്. കമ്മ്യൂണിസം ഉണ്ടായ സമയത്ത് ഞങ്ങളുടെ വീട്ടുകാർ കമ്മ്യൂണിസ്റ്റുകാരാണ്. അതിനുവേണ്ടി ഞങ്ങൾ ചോര നീരാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ പുറകിലുള്ള ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ പുറകിലൊരു കോളനി, അതിനകത്തുള്ള എന്തെല്ലാം അതിക്രമങ്ങൾ അത് ഞങ്ങളുടെ കുടുംബക്കാരാണ് തടഞ്ഞു നിർത്തിയത്. അതിൽ അഭിമാനം കൊള്ളുന്നവരെ ഞങ്ങൾ. പക്ഷേ ഇപ്പോൾ BJPക്ക് വോട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ നീ ഉണ്ടല്ലോ, നീ അത് പറയാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ BJPയിൽ ചേരാം, ഞാൻ കമ്മ്യൂണിസ്റ്റ് ഉപയോഗിച്ച് BJP ചേരാം. കാരണം ഞാൻ നായരല്ലേ. ഞാൻ എന്തിനാണ് ഇനി നിന്നെപ്പോലെ കുറേ മണവണാഞ്ചന്മാർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തിനാ ശബ്ദം ഉയർത്തുന്നത്? നീ മാറി നടക്ക്, നീ അമ്പലത്തിനടുത്ത് വരാതിരിക്ക്, വീടിൻ്റെ ഉള്ളിൽ കയറാതിരിക്ക്. ഞങ്ങളെപ്പോലുള്ള പ്രമാണിമാരെ കണ്ടുകഴിഞ്ഞാൽ സവർണന്മാരെ കണ്ട മുണ്ടഴിച്ചിട്ടടാ. പരസ്യമായിട്ട് മുഖത്ത് നോക്കി പറഞ്ഞു, പരസ്യമായിട്ട് അവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. എന്ന് നിന്നെപ്പോലുള്ള സാധനങ്ങളെ വഴിയുടെ ഓരത്ത് തള്ളുന്നുവോ അന്ന് ഞാൻ BJPയിലുണ്ടാവും. അങ്ങനെ തന്നെ പറഞ്ഞു. ഞാൻ BJPയിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് നിന്നെപ്പോലുള്ള ആൾക്കാർ BJPയിലുള്ളതുകൊണ്ടാണ്. സത്യമതല്ല, അദ്ദേഹത്തിൻ്റെ സങ്കടം കൊണ്ട് പറഞ്ഞതാണ്. ഒരു നല്ല നായർ ഫാമിലിയിലാണ് അദ്ദേഹം ജനിച്ചത്. വേണ്ടത്ര സമ്പത്ത് ഇപ്പോഴുണ്ട്, അപ്പോഴുണ്ട്, ഡോക്ടർമാരും എഞ്ചിനീയർമാരും എല്ലാവരും ഉണ്ട്. പക്ഷെ എന്നിട്ട് പോലും അവരുടെ ചില കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിഞ്ഞാൽ CPM എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അവർ ഇടതുപക്ഷ ചിന്താഗതി അവഗണിക്കപ്പെട്ട ആളുകൾ, അടിച്ചമർത്തപ്പെട്ട ആളുകൾ, പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾ, ജാതിയുടെ പേരിലും നിറത്തിൻ്റെ പേരിലും
മുഖ്യധാര ജീവിതത്തിലേക്ക് കടന്നു വരാൻ പറ്റുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രയത്നിച്ചവരവർ, അതിനുള്ള ആൾക്കാരവർ. അവരടുത്ത് വന്നിട്ടാണ് ഈ അവഗണിക്കപ്പെട്ട സമൂഹത്തിൽപ്പെട്ട ഒരുത്തം വന്നിട്ട് താമരയും കാണിച്ച് BJPക്ക് വോട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞത്. പുഷ്പനോട് പറയണം, അവൻ്റെ മുഖത്ത് ഞാൻ കാർക്കിച്ച് തുപ്പില്ല എന്ന് മാത്രമേ ഉള്ളൂ, എല്ലാത്തിനും പിടിച്ച് പുറത്താക്കി. അതിനുമ്പ് ചില കാര്യങ്ങൾ പറഞ്ഞു. അകത്ത് നിന്ന് അദ്ദേഹം പകർത്തിയെടുത്ത കുറേ സാധനങ്ങൾ അയാളുടെ മൊബൈലിലുണ്ട്, അയാളെല്ലാം കാണിച്ചു കൊടുത്തു. കണ്ടോ കണ്ടോ യോഗി കാണിച്ചത് കണ്ടോ? അദ്ദേഹം പറഞ്ഞ വാക്കാണ്. എനിക്കിപ്പോൾ യോഗിയോട് നന്ദിയുണ്ട്. എന്താണ് നന്ദി? BJP അധികാരത്തിൽ വന്നാൽ എന്തെല്ലാം ചെയ്യും എന്നുള്ളത് ഞാൻ ഇവരോട് പറഞ്ഞപ്പോൾ അവർക്ക് വിശ്വാസമായില്ല. ആ കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെയല്ലേ പറയുള്ളൂ, നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനല്ല എന്ന് പറഞ്ഞു. ഇപ്പം യോഗി അത് വളരെ വൃത്തിയായിട്ട് കാണിച്ചു കൊടുത്തു. എന്താണ് BJP, എങ്ങനെയാണ് BJP സംഘപരിവാറിൻ്റെ അടിസ്ഥാനം പൂണ്ടിട്ടുള്ള അതിൻ്റെ മൂലാധാരത്തിൽ നിൽക്കുന്ന ഏതൊരു പ്രസ്ഥാനവും അത് നിലകൊള്ളുന്ന ഇവിടുത്തെ സവർണ ഫാസിസ്റ്റുകൾ അത് തന്നെ ഒരു വലിയ ലോബിയാണത്. അതിനുവേണ്ടി നിലകൊള്ളുന്നത് 10,000 വട്ടം എത്ര ആളുകൾ എവിടെയെല്ലാം വെച്ച് ആൾക്കാരെ ബോധിപ്പിച്ചു. എന്നിട്ടും ഇവിടെ ഈഴവ സമുദായത്തിലെ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മകൻ BJPയുടെ ഒപ്പാണ്. പക്ഷെ ഇന്നും അയാളെ കണക്ക് കൂട്ടിയിട്ടുള്ളത് അവരെന്ന് പറഞ്ഞിട്ടാണ്. കൈയോടെ പൈസയുള്ള സമയത്ത് എൻ്റെ വീടിനടുത്തുള്ള ഒരു ഈഴവ സമുദായത്തിൽപ്പെട്ടൊരു സ്ത്രീ ഒരിക്കൽ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ചൊരു 10-40 കിലോമീറ്റർ അകലെ, വീടിൻ്റെ അടുത്തല്ല, 10-40 കിലോമീറ്റർ അകലെ. ഞാനിപ്പോൾ മദ്രാസിൽ നിന്ന് സംസാരിക്കുമ്പോൾ വീടിൻ്റെ അടുത്തെന്ന് പറഞ്ഞത് മാത്രം. അപ്പോൾ അവിടെ ഒരിക്കലും പ്രഭാഷണത്തിനായിട്ട് അവിടെ ഒരു വായനശാല ഉള്ള ഹാളിലേക്ക് പോയ സമയത്ത് സ്ത്രീ അവിടെയുണ്ട്. അവരുടെ വീട്ടിലായിരുന്നു ആഹാരം കഴിക്കാൻ വിളിച്ചത്. അപ്പോൾ അവർ ചോദിച്ചൊരു ചോദ്യം എന്താണെന്നറിയാമോ? ഞങ്ങളെ കണ്ട ഏതാ ജാതി എന്ന് സ്വാമിക്ക് മനസ്സിലായോ? അപ്പോൾ അവന് മനസ്സിലായില്ല. നായരാണോ എന്ന് ചോദിച്ചു. എനിക്കറിയാം ജാതി എന്ന് എനിക്കറിയാം. നായരാണോ ചോദിച്ചു. അയ്യോ ഞങ്ങൾ നായന്മാരെ പോലെ ജീവിക്കണേന്ന്. ഇതാണ് ഉള്ളിലെ തിമർപ്പതാണ്. ഞങ്ങൾക്ക് നായരാവണം. ഇടവ സ്ത്രീയാണ്. ഞങ്ങൾക്ക് അങ്ങോട്ട് നായരാവണം. നായന്മാർ ഇവിടുത്തെ നമ്പൂരിമാരുടെ തോളത്തിങ്ങനെ മുട്ടിയേ നടക്കുള്ളൂ. വല്ലാത്ത മുട്ടലായിരുന്നു പണ്ട്. വലിയ മുട്ടൽ തീർക്കലുണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പം അത് പറ്റില്ലല്ലോ. ഇപ്പം അത് പറ്റില്ല. നാട്ടുകാരും തല്ലു കിട്ടും. രാത്രി അരിക്രാന്തം പിടിച്ച് പുറത്തേക്ക് സംബന്ധം എന്ന് പറഞ്ഞിട്ടുള്ള പടിക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പം അടി കിട്ടും. എന്നാലും ആ പഴയ സംബന്ധ ബാന്ധവത്തിൻ്റെ ചെടിക്കുണ്ടിൽ നിന്ന് വരുന്ന ദുർഗന്ധം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സുഗന്ധം, അതിന് വരുന്നൊരു കാറ്റുണ്ടല്ലോ. ഇവിടുത്തെ ഈ നശിച്ച വർഗ്ഗങ്ങൾക്ക് ഇപ്പോഴും അത് വലിയ അവരെ നിങ്ങളെ വലിച്ചു കയറ്റും, മുല്ലപ്പൂവിൻ്റെ മണം പോലെ. ഇന്നും അതെ. അവരെയും കണ്ടു പഠിക്കട്ടെ, ഉത്തർപ്രദേശ് കണ്ടു പഠിക്കട്ടെ. വഴിയിൽ നടക്കാൻ അനുവദിക്കില്ല. ജാതിയിൽ താഴ്ന്നവരെ വഴി നടക്കാൻ അനുവദിക്കില്ല. പണ്ടിവിടെ നമ്മളെല്ലാവരും ബാൻഡിറ്റ് എന്ന് വിളിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, കൊള്ളക്കാരി എന്ന് വിളിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർ കൊള്ളക്കാരിയായിരുന്നില്ല. അവർ കൊള്ളക്കാരിയായിരുന്നില്ല. അവർ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവർ ഒരു കവചം തീർത്തു, അത്ര മാത്രമേ ഉള്ളൂ. കൊള്ളക്കാരി എന്നുള്ള കവചം. ഫൂലാൻ ദേവി അവരുടെ നാട്ടിൽ അവരെ രാത്രി സമയത്ത് വെള്ളമില്ല, വീട്ടിൽ വെള്ളമില്ല. അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യം എന്ന് മനസ്സിലാക്കണം. ആ കിണറ്റിൽ വീട്ടിൽ വെള്ളം കോരി, അത് സവർണന്മാർക്ക് കോരാനുള്ള കിണറാണത്രേ. അതിൻ്റെ പേരിൽ ആ കുട്ടിയെ തല്ലി നഗ്നയായിട്ട് 3 കിലോമീറ്ററുള്ള ഗ്രാമത്തിൽ നടത്തിച്ചു. അവർ വീട് തീ കത്തിച്ചു. അവസാനം ഈ കുട്ടി അവിടെ നിന്ന് ഓടിപ്പോയി. പിന്നെ തിരിച്ചു വന്നത് തലക്കെട്ടുമായിട്ട് ദുർഗയുടെ തിരിച്ചു വന്നത്. പത്മയ്യോ എന്തൊരു ഗ്രാമത്തിന് പേരുണ്ട്. ആ ഗ്രാമത്തിൽ വന്ന് കിട്ടിയവരെ മുഴപടി വെച്ചു. കിട്ടിയവരെ 24 പേരെ ഒറ്റ നിരത്തി നിർത്തി. ഇവരെ ദ്രോഹിച്ച നഗ്നയാക്കിയിട്ട് ഇവരെ ബലാത്സംഗം ചെയ്ത ആൾക്കാരെ കിട്ടിയില്ല. കിട്ടിയവരെ മുഴുവൻ പൂശി. അതിന് കാരണം എന്താ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. കിണറ്റിൽ നിന്ന് വെള്ളം മുക്കിയ ഒരു സ്ത്രീയെ പരിപൂർണ്ണ നഗ്നയായിട്ട് 3 കിലോമീറ്റർ നടത്തിച്ചിട്ടുണ്ടെങ്കിൽ ബഹുമായി അവരുടെ സ്ഥലത്തിൻ്റെ പേരാണ്, ആ വെടിവെപ്പ് നടന്ന സ്ഥലത്തിൻ്റെ പേര്. അത് നടത്തിൻ്റെ അവരുടെ മനസ്സിലെ നീറ്റൽ എന്തായിരിക്കും? ഇതൊന്നും പറഞ്ഞാൽ നമുക്കറിയില്ല. നമ്മളുടെ ഏകോദര സഹോദരൻ എന്ന് പറഞ്ഞാൽ മതേതരത്വം ഇവിടുന്ന് നടക്കുന്ന സമയത്ത് നമുക്കിതറിയില്ല. ഇതിൻ്റെ ഇപ്പോഴും ഇവിടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഹിന്ദു സമൂഹത്തിൻ്റെ ഉള്ളിൽ, ഞാൻ ഹിന്ദു സമൂഹത്തിൽ വളർന്നവനാണല്ലോ, എനിക്ക് നന്നായിട്ട് അറിയാം. ഇന്നും ഞാൻ ഒരു 10,000 വട്ടം പറഞ്ഞിട്ടുണ്ട്, ഞാൻ നായരാണ്. നിറം കുഴപ്പമില്ല, ഉയരം കുഴപ്പമില്ല, വിദ്യാഭ്യാസമുണ്ട്, വലിയ വീടുണ്ട്. എങ്കിൽ പോലും നായരായതുകൊണ്ട് അമ്പലത്തിൽ കയറി ചെന്ന് മുഖത്തേക്ക് വലിച്ചെറിയാണ് ചെയ്ത പ്രസാദം. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പലപ്പോഴും. തൃശ്ശൂർ തൃക്കൂര് മഹാദേവ ക്ഷേത്രത്തിൽ
അന്ന് മുറിച്ചിട്ടതാണ് കോലിലൂടെ ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അന്ന് മുറിച്ചിട്ട് കോല്. ഇനി ഈ പണ്ടാരക്കെട്ടിനകത്തേക്ക് ഇയാളെ കിട്ടില്ലെന്ന്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ടായി. എന്നെ കള്ളൻ വിളിക്കും. കള്ളൻ വിളിച്ചാൽ കുറച്ചുകൂടി രസമുണ്ട് കേൾക്കാൻ. അതിനപ്പുറമുള്ള വാക്കുകൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? ഹിന്ദു സമൂഹത്തിനകത്തുള്ള ശരിയല്ലായ്മകളെ ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ. ഇനിയിപ്പോൾ അവിടെ എത്തുന്നറിയില്ല. എൻ്റെ ജീവിതം ഇതിൻ്റെ അവസാനം എവിടെയാകുമെന്നും അറിയില്ല എനിക്ക്. എന്നെ 65 വയസ്സ് വരെ ജീവിച്ചല്ലോ. ഇനി അവസാനത്തെ അറിയില്ലല്ലേ. അതിപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ചത്തു കഴിഞ്ഞാലും കൊല്ലപ്പെട്ട് കഴിഞ്ഞാലും എന്നെ കൊല്ലുന്നവർ അഴിയുന്നു. എന്നെ കൊല്ലുന്നവർ അവിടെ നിന്ന് കഷ്ടപ്പെടും. എന്നെ കൊല്ലുന്നവരുടെ ഭാര്യമാരും കരയേണ്ടി വരും. എനിക്ക് വേണ്ടി ആര് കരയാൻ? എനിക്ക് ആരുമില്ല. അതാണ് അനാഥത്വത്തിൻ്റെ ഒരു സുഖം. ഏതായാലും എനിക്ക് ഇവരോട് പറയാനുള്ളത്, BJPക്ക് തന്നെ വോട്ട് ചെയ്യും. BJPക്ക് തന്നെ വോട്ട് ചെയ്യും. കാരണം ഈ ചൊറിയാത്ത കുട്ടിക്ക്, അറിയാത്ത കുട്ടിക്ക് ചൊറിയുമ്പോഴേ അറിയണമെന്ന് പറയും. പിൻകഴുത്തിൽ അടി കിട്ടുമ്പോഴാണ് സത്യത്തിലുള്ള. പണ്ട് ഈ ഇംഗ്ലീഷുകാർ ഭരിക്കുന്ന സമയത്ത് നമ്മളുടെ ഏറനാട് ഭാഗത്തു നിന്നുള്ള ആളുകൾ, മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ പോലും ഒളിയിൽ പോട്ടുന്ന കാലഘട്ടം വന്നു. ഇതൊരു കഥയാണോ തമാശയാണോ എന്നറിയില്ല. അങ്ങനെ അവർ ഒളിയിൽ പോയ സമയത്ത്, എറണാകുളത്തും കോട്ടയത്തേക്ക് ഒളിയിൽ പോയ സമയത്ത് ബ്രിട്ടീഷുകാരെ കണ്ടെത്തിയ മാർഗം, എവിടെയോ ഒളിയിൽ പോയ സമയത്ത് പിൻകഴുത്തിൽ അടിക്കുന്ന സമയത്ത് എല്ലാവരും അവരവരുടെ മതത്തിൻ്റെ മുദ്രകൾ വായിന്ന് പുറത്തു വരും. ഒരു ക്രിസ്ത്യാനി പുറകിൽ വിട്ട് പെട്ടെന്ന് എൻ്റെ കർത്താവേ എന്നാ വിളിക്കുക. ഒരു ഹിന്ദുവിനെ പുറകിലടിച്ചു കഴിഞ്ഞാൽ ഉടനെ എൻ്റെ ഈശ്വര എന്നാ വിളിക്കുക. മുസ്ലിം ആണെങ്കിൽ അള്ളാ എന്ന് വിളിക്കും. അപ്പോൾ ഉള്ളിലെടുത്ത് പുറത്തു വരും എന്ന് പറഞ്ഞിട്ട് പിടിക്കാറുണ്ട് അത്രേ. അതൊരു കഥ, ഒരു ഉദാഹരണം പറഞ്ഞു അത്രേ. ഇതുപോലെ തന്നെ പിൻകഴുത്തിൽ ഇവിടുത്തെ അധകൃതന്മാർ, ഇന്നും അധകൃതന്മാർ, ഹിന്ദു ഞങ്ങൾ ഒറ്റ കത്തയാണെന്ന് പറഞ്ഞ് നടക്കുന്ന, കൈ ഉയർത്തി നടക്കുന്ന ഹിന്ദുക്കൾ, കാവ്യവസ്ത്രവും കാവ്യകൊടിയും പിടിച്ച് നടക്കുന്ന ഹിന്ദു എന്ന് പറഞ്ഞ് ചമയുന്ന ആൾക്കാരുണ്ടല്ലോ. ഇന്നും അറിയുക, നിങ്ങൾ ഇന്നും അധകൃതന്മാർ തന്നെയാണ്. അധകൃതന്മാർ തന്നെയാണ്. ഇവിടെയുള്ള ഒരുപാട് സംഘടനകളുടെ ആൾക്കാരെ ഞാൻ വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്കൊന്ന് പ്രതികരിച്ചുകൂടെ? പ്രതികരിച്ചെന്ന് പറഞ്ഞാൽ വെറുതെ ഞങ്ങൾ പ്രതികരിച്ചു. എങ്ങനെ പ്രതികരിച്ചു? ആം ചെയർ പ്രതികരണം. കസേരയിലിരുന്ന് മൊബൈൽ മുമ്പിൽ വെച്ചിട്ട് പ്രതികരിച്ചു. ഞങ്ങൾ യോഗിക്കെതിരെ പ്രതികരിച്ചു. അതല്ല പ്രതികരണം വേണ്ടത്. ഇത് ഓരോ സംഭവം ഉണ്ടാകുമ്പോഴും ഇവരുടെ പ്രതികരണ നാടകോടെ ഇവരുടെ അരങ്ങ് തകർക്കും. അത്രമാത്രം. അങ്ങനെയുള്ളൊരു നാട്ടിൽ എൻ്റെ സുഹൃത്ത് പുഷ്പം പറഞ്ഞത്, ഞാനൊരു നായര, ഞാൻ ഇനി BJP ആവാൻ പോവാണെന്ന്. എന്തിനു വേണ്ടിയിട്ട് ഞാൻ BJPക്ക് എതിരായിട്ട് നിൽക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് സവർണ ഫാസിസ്റ്റുകൾക്ക് എതിരായിട്ട് നിൽക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ബ്രാഹ്മണ ലോബിക്കെതിരായിട്ടും സവർണ ലോബിക്കെതിരായിട്ട് നിൽക്കുന്നത്? അവർക്ക് അവരുടെ ആസനം കഴുകാനും അവരെ വീടിൻ്റെ പുറകിൽ വെള്ളം കോരാനും വിറക് വെട്ടാനും തയ്യാറായിട്ട് നിൽക്കുകയാണ് ഇവന്മാരിപ്പോഴും. പിന്നെ എന്തിനാ അവന്മാരാവെന്ന് പറയണത്? കഴിഞ്ഞ കാലത്തുള്ളതല്ലേ ചേട്ടാ, അതൊക്കെ മറന്നു കളാം. ഇപ്പൊ നമ്മൾ ഒറ്റക്കെട്ടാണ്, ഹിന്ദുവാണ് നമ്മളെല്ലാവരും, നമുക്ക് ഉണരണം എന്ന് പറഞ്ഞിട്ട് അവൻ വന്നിട്ടില്ല. അവൻ്റെ മുഖത്താണ് കാർക്കിച്ചു ഒപ്പിയില്ല 10 വർത്താനം പറഞ്ഞ് വിട്ടത് എന്ന്. ഏതായാലും ഇത്തരത്തിൽ നമുക്ക് യോഗിയോട് നമുക്ക് നന്ദി പറയാം. ഇപ്പൊ 10 ആളോട് പറയാൻ പറ്റുന്നുള്ളൂ. കണ്ടല്ലോ ഉത്തർപ്രദേശിൽ കണ്ടല്ലോ, BJP ആണല്ലോ ഭരിക്കുന്നത്. ഹിന്ദുവിൻ്റെ പേരും പറഞ്ഞ് കാവ്യവസ്ത്രം കാണിച്ചിട്ടല്ലേ അധികാരത്തിലെത്തിയത്. അവിടെയുള്ള അതിഭൂരിപക്ഷമാർന്ന പാവപ്പെട്ട ആളുകൾ, ദളിതന്മാരായിട്ടുള്ള ആളുകൾ, അവർണന്മാരായിട്ടുള്ള ആളുകൾ വഴി നടക്കാൻ പാടില്ല. വഴി നടക്കണമെന്നൊന്നും കുഴപ്പമില്ല. വഴി നടന്നു കഴിഞ്ഞാൽ പിടിച്ചു കൊണ്ടുപോകും, കീറി മുറിക്കും. ആണുങ്ങൾ കൂടിയിട്ട് പെൺകുട്ടികളെ, സവർണ ഫാസിസ്റ്റുകൾ കൂടിയിട്ട്. അത് കഴിഞ്ഞാലോ നാവ് മുറിച്ച് മറ്റേ ആര് എവിടെ വെച്ച് എന്ത് ചെയ്തു എന്ന് പോലും പറയാൻ പാടില്ലാത്ത നാവ് കട്ട് ചെയ്ത് കളയുന്നു. അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടിട്ട് കത്തിച്ചു കളയുന്നു. അങ്ങനെയുള്ള ആളുകൾ, വായ തുറന്ന് സംസാരിക്കുന്ന ആളുകൾ, അവരെ മുച്ചൂട് മുടിച്ചതിന് ശേഷം അവരെ ഗ്രാമം പോലീസ് വളയുന്നു. ജർമ്മനിയിൽ നടന്ന സംഭവമാണെന്ന് കരുതുന്നുണ്ടോ? അല്ലെ ആഫ്രിക്കയിലെ ഏതെങ്കിലും പഴയ കാലത്ത് ആഫ്രിക്കയിൽ നടന്ന സംഭവമാണെന്ന് കരുതുന്നുണ്ടോ? ഏതെങ്കിലും മറ്റേ കാട്ടുജീവികളുടെ നടന്ന സംഭവമാണെന്ന് കരുതുന്നുണ്ടോ? നമ്മുടെ ഭാരതത്തിൽ അയോധ്യയ്ക്ക് നിലകൊള്ളുന്ന സംസ്ഥാനത്തിൽ തന്നെ UP നടന്ന സംഭവം. അതുകൊണ്ടാണ് അവസാനം ഒന്നുകൂടി പറയാം, യോഗി വലിയ സന്തോഷമുണ്ട് കേട്ടോ. നിങ്ങളിങ്ങനെ കാണിക്കുന്നതിൻ്റെ സന്തോഷമുണ്ട്. മറ്റുള്ളവർക്ക് കണ്ടുപിടിക്കാൻ ഞങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളിങ്ങനെ ഒന്നല്ല ഇനിയും ഇതിങ്ങനെ ആവർത്തിക്ക്. തലയ്ക്കകത്ത് എന്തെങ്കിലും വെളിവുണ്ടെങ്കിൽ അവർക്ക് വെളിവ് വരട്ടെ. ഇവിടെ ഹിന്ദുവില്ല, ഇവിടെ ജാതികളേ ഉള്ളൂ. ആ ജാതികൾ തന്നെ
അതിഭൂരിപക്ഷം വരുന്ന അധകൃതത്വം പേറിയുന്ന ജാതികൾ എന്നും ചവിട്ടി മെതിക്കപ്പെടാൻ ബാധ്യസ്ഥരാണ്. ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക യോഗി. ഇങ്ങനെ തന്നെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. നമസ്കാരം.